ഉവൈസ് റളിയല്ലാഹു അൻഹു ഒരാളുടെ അരികത്തൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വേദനയും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളുമായി നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യന്റെ അരികിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ കടന്നു പോകുമ്പോൾ മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാണ്, അല്ല കൂട്ടുകാരാ, നിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട്. ആ സമയമാണ് പറയുന്ന, ഞാൻ ഒരു വഴിയാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ എന്റെ വീടിന്റെ ഉള്ളറയിൽ എന്റെ പ്രിയപ്പെട്ടവരില്ല, എന്റെ മക്കളില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്. അവരെ തനിച്ചാക്കിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ ഒരാളും എന്റെ പ്രിയപ്പെട്ട മക്കളുടെ അരികത്തില്ലല്ലോ. ഞാൻ ഒരുപാട് ദൂരയാത്രക്കാണ് പോകുന്നത്, ദൂരയാത്രയാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഞാൻ നോക്കുക എന്നറിയില്ല, അവരുടെ കാര്യം എങ്ങനെ അറിയുമെന്നറിയില്ല. അല്ലെങ്കിൽ അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരാൾ പോലും എന്റെ അരികത്തില്ല. അപ്പോഴാണ് മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയമുള്ള കൂട്ടുകാരാ, നീ എവിടെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോ അള്ളാഹുവിന്റെ 99 നാമങ്ങളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ, അതൊന്ന് ചൊല്ലുമോ? നിന്റെ വീട്ടിലൊന്ന് ചൊല്ലുമോ? അങ്ങനെ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നീ ചൊല്ലിക്കൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ അതൊരു കാവലാണ്, നിന്റെ വീടിന്റെ ഉള്ളിൽ പ്രകാശമാണ്, നിന്റെ വീടിന്റെ ഉള്ളിൽ കുളിർമയാണ്. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന ഹദീസതിൽ വന്നതാ. കാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത്, സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടത്. എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, അസ്മാഉൽ ഹുസ്ന ഒരാൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണോ, പടച്ചവന്റെ 99 നാമങ്ങൾ ഒരാൾ കാണാതെ പഠിക്കുകയാണോ, അവന്റെ വാസസ്ഥലം എവിടെയെന്നറിയുമോ? അത് അള്ളാഹുവിന്റെ സ്വർഗമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഈ 99 ഇസ്മുകളും ഒരാൾ കാണാതെ പഠിച്ചാൽ, ആ 99 ഇസ്മുകൾ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ വാസസ്ഥലം അള്ളാഹുവിന്റെ സ്വർഗമാണ്. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കണം. നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കടന്നു വരണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ കഴിയുന്നത്. സന്തോഷത്തിന്റെ വഴികളും ആനന്ദത്തിന്റെ വഴികളും അള്ളാഹു നമുക്ക് തരുന്നത് ആ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുമ്പോഴാണ്. അസ്മാഉൽ ഹുസ്ന ഒന്ന് കാണാതെ പഠിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് തരുന്ന മഹത്വം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, അവൻ സ്വർഗത്തിലാണ്. അസ്മാഉൽ ഹുസ്നല്ലേ, അത് പഠിക്കുന്നവർക്ക് സ്വർഗ്ഗം, കാണാതെ പഠിക്കുന്നവർക്ക് 2 ദിവസത്തെ മെനക്കേട് കൊണ്ട് നേടുന്നത് സ്വർഗമാണ്. അത് മെനക്കേടെന്ന് പറയാൻ പറ്റൂല, പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലോ. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു, മോനെ നിനക്ക് എവിടെ പോണോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് എത്ര വലിയ വിദൂരത്ത് ഏതൊരു സ്ഥലത്തേക്കാണ് നീ കടന്നു പോകുന്നത്, അതിന് ഏത് വലിയ സ്ഥലത്തേക്കാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടിറങ്ങിക്കോ. അത് നിന്റെ ജീവിതത്തിനൊരു പാഠമാണ്, നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യക്കും അതൊരു കാവലാണ്. പ്രവാസ ലോകത്തൊക്കെ പോകുന്നവരെ ചൊല്ലിക്കോ. വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മക്കളും ഭാര്യയൊക്കെ ചൊല്ലിക്കോ. അതവർക്കൊരു താങ്ങും തണലുമാണ് അസ്മാഉൽ ഹുസ്ന. ഇത് വെറുതെയല്ല, ഇതിനുള്ള ശ്രേഷ്ഠതയിൽ ഹദീസും വന്നതാ. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടത് കേൾക്കു രൂപം എങ്ങനെ. അള്ളാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരെ ശ്രദ്ധിച്ചോ, അള്ളാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ രൂപം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്. അവർക്കുള്ള തലയും 1000 എന്നുണ്ട്, ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്.
ഓരോരോ മുഖമിൽ 1000 വായുണ്ട്, ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട്. ഇതെന്തൊരു മലക്കായത്, ഇതെന്തൊരു മലക്കായത്. സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. അല്ലാഹു തആല പടക്കുന്ന മനുഷ്യനെ പറ്റിയാണ്, അല്ലാഹു തആല പടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി മുത്തുനബി തങ്ങൾ പഠിപ്പിക്കാണ്. അല്ലാഹുവേ, അവർക്കുള്ള തലയും 1000 എന്നുണ്ട്. അല്ലാഹു പടച്ച മലക്കിന് 1000 തലകളുണ്ട്. ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. ഈ 1000 തലയിൽ ഓരോ മുഖത്തിനും 1000 തലയുണ്ട്. ഒരു മുഖം, ആ മുഖത്തിന് 1000 തല. 1000 മുഖവും 1000 തലയുമുള്ള ഒരു മലക്കിന് അല്ലാഹു പടക്കാണ്. ഒന്ന് ചിന്തിക്കണം. ആ മലക്കിൽ നിന്ന്, ആ മലക്കിൽ തന്നെ ആ ഒരു തലയിൽ 1000 തല വേറെ, മൊത്തത്തിൽ 1000 തല. പിന്നെയോ 1000 തലയിൽ ഒന്നിന്റെ പുറത്ത് വീണ്ടും 1000 തല. സുബ്ഹാനല്ലാഹ്. ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. ഓരോ തലയിലും 1000 മുഖം വെച്ചുണ്ട്. ഓരോരോ മുഖമിൽ 1000 വായുണ്ട്. ഒരു മുഖത്തിൽ തന്നെ 1000 വായാൻ. നമുക്കൊന്നല്ലേ ഉള്ളൂ. ഒരു മുഖത്തിൽ തന്നെ 1000 വായാണ്. ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട്. ഓരോ വായിലും നാക്കുവല്ല 1000മാണ്. അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിന്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട് കൂട്ടു നീ കൃത്യവും. ഈ നാക്ക് കൊണ്ടു നിരന്തരം റബ്ബിന് തസ്ബീഹ് ചൊല്ലിയാ മലക്കിന്. അല്ലാഹുവേ, 1000 തല, അതിൽ 1000 മുഖം, 1000 മുഖത്തിൽ 1000 നാക്ക്, 1000 വായ, 1000 വായിൽ ഓരോന്നിലും 1000 നാക്ക്. അങ്ങനെ ഉള്ളൊരു മലക്കിന് അല്ലാഹു പടക്കുന്നുണ്ട്. ഓരോ വായിലും 1000 നാവ് വെച്ചുള്ള മലക്കുകൾ അല്ലാഹുവിന് വേണ്ടി അവിടുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. ചോദിച്ചു, ആ മലക്കും നിലാഹോ കഥബിലും നിനക്കൊണ്ട് ആബിദ സേട്ടമായവരെന്നിലും. അവിടുന്ന് ചോദിച്ചു പോയി. ഈ മലക്ക് വളരെ അതപോടെ ഭംഗിയോടെ അള്ളാഹുവിന്റെ അരികിലേക്കൊന്ന് കടന്ന് അള്ളാഹുവിനോട് അതപോടെ ചോദിക്കുന്നു, അല്ലാ, ഇത്രയും തലകളുള്ള എന്നെ നീ പടച്ചല്ല റബ്ബേ, ഇതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ള ആരെങ്കിലും നിന്റെ അല്ലാഹുവേ നിന്റെ അടുക്കലുണ്ടോ റബ്ബേ? അസ്മാഉൽ ഹുസ്ന നമ്മുടെ ദാറുസ്സലാമിന്റെ മജ്ലിസിൽ ചൊല്ലുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. 100% ഉറപ്പാൻ. ഈ മലക്ക് ചോദിക്കാ, റബ്ബേ, നിനക്കെപ്പോഴും ഇത്രയും നാവുകൾ കൊണ്ട് തസ്ബീഹ് ചൊല്ലാൻ, എന്നാൽ ഇതിനേക്കാൾ മെച്ചമുള്ളവരുണ്ടോ? അപ്പോഴാണ് റബ്ബിന്റെ വാക്ക്, ആദൻ നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെ കാലമലുകൾ. അല്ലാഹു അവിടുന്ന് മലക്കിനോട് പറയുന്ന, മലക്കേ, ആദം നബിയുടെ മക്കളിൽ നിന്നൊരാൾ, അതായത് നമ്മളാകാം ആരാകാം, ഒരാൾ ചെയ്യുന്നതാണ് നല്ല അമലുകൾ. ആരാണ് റബ്ബേ? ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്ക് അനുവാദവും താ ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മലക്ക് വളരെ അതപോടെ ചെന്നിട്ട് പറയുന്നു, അല്ലാഹുവേ, പടച്ചവനെ, എന്നെ കാര്യങ്ങൾ നല്ലതുപോലെ ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, 1000 തലയിൽ 1000 നാക്കങ്ങനെയുള്ള ഞാൻ നിനക്കെപ്പോഴും തസ്ബീഹാണ് ചൊല്ലുന്നത്. പടച്ചവനെ, എന്നെക്കാൾ നല്ലൊരാളുണ്ടോ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നത്? അപ്പൊ റബ്ബ് പറഞ്ഞു, ആദം നബിയുടെ മക്കളിൽപ്പെട്ട ഒരാളുണ്ട്. ഈ മലക്ക് പറഞ്ഞെന്നാൽ എനിക്ക് ആ മനുഷ്യന്റെ അരികിലേക്കൊന്ന് പോകാൻ അനുവാദം തരുമോ റബ്ബേ? അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ടു സന്തോഷത്തിലായി. വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും. അങ്ങനെ ഈ മലക്ക് കടന്നു വന്ന് ഈ മനുഷ്യനോട് സംസാരിച്ചു. മലക്കാണെന്ന് പറഞ്ഞില്ല. രണ്ടുപേര് സന്തോഷത്തില ഈ മനുഷ്യനോടൊപ്പം കൂടുകയാണ്. പക്ഷെ ഈ മനുഷ്യൻ അധികം അമലുകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മലക്കവർ ചോദ്യമായി അവരോട്, എന്തുണ്ട് ഇത് കൂടാതെ പറയെന്നോട്? എന്തുണ്ടെന്ന് പറയുമോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്ക് ആദം നബിയുടെ ആദം നബിയുടെ മക്കളിൽപ്പെട്ട ഒരാളോട് പറയാ, ഈ ഫർള് നിസ്കാരങ്ങളും ഇങ്ങനെയുള്ള നന്മകളുമല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, സുബൈക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും.
അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 10 ഞാൻ ചൊല്ലാറുണ്ട്. അധികമൊന്നുമില്ല, 10 ഇസ്മുകള് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട 10 ഞാൻ ചൊല്ലും, അതല്ലാതെ വേറൊന്നുമില്ല. അപ്പോഴാണ് റബ്ബ് പറയും, അതിനേക്കാൾ എന്റെ ഇസ്മ പറയുന്നവനിക്ക് പ്രതിഫലമുണ്ടെന്നാണ്. അതിനേക്കാൾ പ്രതിഫലമുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറ്റോ? എപ്പോഴെങ്കിലൊക്കെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സന്തോഷം തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു തരും. കടങ്ങളുള്ളവരാണോ, സങ്കടമുള്ളവരാണോ, വിഷമമുള്ളവരാണോ, ദുഃഖമുള്ളവരാണോ, എന്ത് പ്രയാസമായാലും എന്ത് ദുഃഖമായാലും അല്ലാഹു അതെല്ലാം പരിഹരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു എല്ലാം മാറ്റിത്തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിനേ, ജീവിതത്തിൽ അല്ലാഹു തന്ന സൗഭാഗ്യമാണ് അസ്മാഉൽ ഹുസ്ന. ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ അസ്മാഉൽ ഹുസ്ന. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഒന്നിപ്പോ ലൈക്ക് ചെയ്യണം. എന്തെന്നറിയോ, എപ്പോഴും ഞാൻ പറയില്ലല്ലോ, ഈ ഒരു അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം ഒരുപാട് ആളുകളിൽ എത്തട്ടെ. നിങ്ങൾ വിചാരിച്ചത് ഇത് പല ആളുകളിൽ എത്തും, ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂലേ? അതിനു വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ മാറ്റണേ റബ്ബേ. അസ്മാഉൽ ഹുസ്ന മുടങ്ങാതെ ചൊല്ലുന്നവരാണ്. അവരെ തള്ളല്ല റബ്ബേ, അവരെ ദുഃഖത്തിൽ ആഴ്ത്തല്ല റബ്ബേ, വേദനകൾ കൊടുക്കല്ലേ റബ്ബേ. നമ്മൾ എന്ത് വിചാരിച്ചു, ഈ അസ്മാഉൽ ഹുസ്ന നമ്മളിങ്ങനെ ചൊല്ലുമ്പോ അതിപ്പോ ഉസ്താദ് ഇപ്പൊ വെറുതെ വന്നിരുന്ന് ചൊല്ലുകയാണെന്നാണ്. ഒരിക്കലല്ല, ഒരുപാട് മഹത്വം അതിൽ നിറഞ്ഞിട്ടുള്ളതാ. സന്തോഷത്താലെ നിറഞ്ഞു വന്നാൽ നിത്യമാ. അസ്മാഉൽ ഹുസ്ന ഒരാള് പതിവാക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ എന്റെ ഉമ്മ നല്ല നീയത്ത് മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഏതൊരാൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നോ, അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ മാധുര്യം ലഭിക്കുന്നതാണ്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ആരെയാ പേടിക്കുന്നത്? അസ്മാഉൽ ഹുസ്നയാ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി. നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖല അത് അസ്മാഉൽ ഹുസ്നയാണ്. അത് വേണ്ടുന്ന കോലത്തിൽ ചൊല്ലിയാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പോലും അറിയാതെ ഖൈർ അല്ലാഹു നമ്മളിൽ അടിപ്പിക്കുകയാണ്. മക്കളിൽ ഖൈർ തരികയാണ്, ഭർത്താവിൽ ഖൈർ തരികയാണ്, പ്രിയപ്പെട്ടവരിൽ ഖൈർ തരികയാണ്. അതുകൊണ്ട് പടച്ചവനെ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ സംഗമിച്ചവരെ സ്വീകരിക്കണേ അല്ലാഹ്. രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്. വിഷമമുള്ളവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹ്. കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് അവരുടെയൊക്കെ വേദനകളെ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ ദുഃഖങ്ങളെയെല്ലാം നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. എല്ലാവരും ഒന്ന് ചൊല്ലുമോ, യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം.
يا حي يا قيوم 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 അവരും പ്രയാസമുള്ളവരാണ്, സങ്കടമുള്ളവരാണ്, കഷ്ടപ്പാടുള്ളവരാണ്. അതുകൊണ്ട് ചൊല്ലുമോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ദുഃഖങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് സന്തോഷത്തിന്റെ റാഹത്തിന്റെ വഴിയിലൂടെ അല്ലാഹു മുന്നോട്ട് പോകാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ നല്ല നീയത്തോടെ, നല്ല മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഒരുപാട് കടത്തിന്റെ വക്കിൽ കിടക്കുന്ന ആളുകൾ, അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. വേദനകളും ദുഃഖങ്ങളൊക്കെ നീ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത്, അത് നീ തട്ടിക്കളയല്ല അല്ലാ, സ്വീകരിക്കാതിരിക്കല്ല അല്ലാ. അല്ലാഹുവേ, രോഗമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ദുഃഖങ്ങളുള്ളവരുണ്ട്. കരുണക്കടലേ, അവരുടെയൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗള ശരീഫിൽ ചെല്ലാൻ, അവിടെ നിസ്കരിക്കാൻ, ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ എല്ലാം കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അല്ലാഹുവേ,
നിന്റെ സ്വർഗമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹപാഠികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് അല്ലാഹുവേ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്. കരുണക്കടലേ, അവരുടെയൊക്കെ വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാ. നീ മാറ്റണേ അല്ലാ. നീ മാറ്റണേ അല്ലാ. നീ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.